ഹായ് ഓൾ, നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ 1 വന്ന PSCയുടെ 2 പുതിയ നോട്ടിഫിക്കേഷൻസ് ആണ്. സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ എക്സാമും ഓവർസിയർ ഗ്രേഡ് 1 ഉള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന്റെ സാലറി പിന്നെന്താണ് അതിന്റെ വേക്കൻസീസും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റും മുന്നേ നടന്ന പ്രീവിയസ് ഇയർ നടന്ന അതിന്റെ എക്സാം ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ. അതിന്റെ കാറ്റഗറി നമ്പർ 125/2020 ആണ്. അപ്പോൾ അത് LSTDയിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പോസ്റ്റ്. അതിന്റെ സാലറി സ്കെയിൽ വരുന്നത് 39,000 തൊട്ട് 83,000 രൂപ വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ വരുന്നത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 41 ആണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. പക്ഷേ SC/ST കാർക്കുള്ള ഏജ് റിലാക്സേഷൻ PSC പറയുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 4 ആണ്. ഓക്കെ, അപ്പോൾ ഇനി അതിന്റെ ക്വാളിഫിക്കേഷൻസ് നോക്കുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് പൊസസ് എനി ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഈക്വലന്റ്. ബിടെക് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്ന ക്വാളിഫിക്കേഷൻ. അല്ലെങ്കിൽ എന്താണ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ഇന്ത്യ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ രണ്ടാമത് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. ആദ്യത്തേതാണ് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ് നടന്ന എക്സാമിന്റെ ഒരു അനാലിസിസ് ആണ്. അപ്പോൾ അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 99/2014 ആണ്. അതിന് വന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 46.67 ആണ്. അതിന് കിട്ടിയ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 83 ആണ്. മെയിൻ ലിസ്റ്റിൽ 559 പേരെ വിളിച്ചിട്ടുണ്ടായി. എക്സാം നടന്നത് 9/7/2015 പക്ഷെ ടോട്ടൽ അഡ്വൈസ് വന്നത് 618 പേർക്കാണ്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ 559 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ടോട്ടൽ അഡ്വൈസ് 618 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ സപ്ലിമെന്ററിയിലും ആൾക്കാർ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് വന്നത് 15/1/2020 2020 ജനുവരിയിലാണ് ലാസ്റ്റ് അഡ്വൈസ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1. അപ്പോൾ അതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് 127/2020 ആണ്. അപ്പോൾ അതും LSTDയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ സാലറി സ്കെയിൽ വരുന്നത് 26,000-നും 56,000-നും ഇടയ്ക്കുള്ള ഒരു സാലറി സ്കെയിലാണ് വരുന്നത്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് 26 ആണ്. ഏജ് ലിമിറ്റ് 18-നും 36-നും ഇടയ്ക്കാണ്. ലാസ്റ്റ് ഡേറ്റ് നവംബർ 4 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് പൊസസ് എനി ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇക്വലന്റ്. അപ്പോൾ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്ന ക്വാളിഫിക്കേഷൻ. ബിടെക്കാർക്കും ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ അതിന്റെ കഴിഞ്ഞ് നടന്ന എക്സാം അല്ലെങ്കിൽ പ്രീവിയസ് നടന്ന എക്സാമിന്റെ ഒരു അനാലിസിസ് നോക്കാം. അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 460/2013 ആണ്. കട്ട് ഓഫ് മാർക്ക് 49.67 ആണ്. അതിന് കിട്ടിയ മാക്സിമം ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 77 ആണ്. മെയിൻ ലിസ്റ്റിൽ 571 പേർക്ക് ഉണ്ടായിരുന്നു അഡ്വൈസ്. എക്സാം നടന്നത് 7/10/2014 ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത് 693 പേർക്കാണ്. ലാസ്റ്റ് അഡ്വൈസ് വന്നത് 27/11/2019 ലാസ്റ്റ് അഡ്വൈസ് വന്നത് 27/11/2019. ഇനി നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ സിലബസ് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ്. അപ്പോൾ അതിൽ വരുന്നത് എന്താണ് സ്ട്രെസ്, സ്ട്രെയിന്, ബെൻഡിങ് മൊമെന്റ്, ഷിയർ ഫോഴ്സ്, ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്, അതൊക്കെയാണ് സ്ട്രെസ് അനാലിസിസ് ഒക്കെയാണ് ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ ആദ്യം നല്ല വൃത്തിക്ക് പഠിക്കുക. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ് കൂടുതലായിട്ട് ഇതിൽ വരുന്നത്. പിന്നെ സ്ട്രക്ചറൽ അനാലിസിസ് ഒരു 1-2 മാർക്കിനാണ് ഇതിൽ ചോദിക്കുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി സ്ട്രക്ചറൽ അനാലിസിസിന്
ഇമ്പോർട്ടൻസ് കുറവാണ്. അതിനകത്ത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി സ്ട്രക്ചറൽ അനാലിസിസിന് ഇമ്പോർട്ടൻസ് കുറവാണ്. ആദ്യം മെക്കാനിക്സ് സോളിഡ്സ് വൃത്തിക്ക് പഠിക്കുക, നല്ലോണം ഇൻഡെപ്തിൽ പഠിക്കുക, എന്നിട്ട് സ്ട്രക്ചറൽ അനാലിസിസ് നോക്കുക. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വരുന്നത് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോ വരുന്നുണ്ട്, പിന്നെ ഹൈഡ്രോളിക് മെഷീൻസ് വരുന്നുണ്ട്, ഇമ്പൾസ് ടർബൈൻ, സെൻട്രിഫ്യൂഗൽ പമ്പ്, ഓപ്പൺ ചാനൽ ഫ്ലോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിന്റെ അകത്ത് ഹൈഡ്രോളിക് സൈക്കിൾ തൊട്ട് നമുക്ക് നോക്കണം. എന്താണ് പ്രിസിപ്പിറ്റേഷൻ, ഇൻഫിൽട്രേഷൻ, ഹൈഡ്രോഗ്രാഫുകളും ടൈപ്പ്. പിന്നെ വരുന്നത് അതിനകത്ത് ഇറിഗേഷൻ വരുന്നുണ്ട്, ഇറിഗേഷന്റെ ടൈപ്സും മെത്തേഡ്. പിന്നെന്താണ് ഗ്രൗണ്ട് വാട്ടർ ടൈപ്പ്, അക്വഫയറും ടൈപ്സും, അങ്ങനെ പല ഇൻഡെപ്ത് നമുക്ക് ഇറിഗേഷൻ എന്നുള്ളൊരു ടോപ്പിക് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് സർവേയിങ്, ലെവലിംഗ് ആൻഡ് ക്വാണ്ടിറ്റി സർവേ ആൻഡ് വാലുവേഷൻ. അപ്പോ സർവേയിങ്ങിന്റെ അകത്ത് ബേസിക് സർവേയിങ് തൊട്ട് ലെവലിംഗ്, കോണ്ടൂറും, ഏരിയ വോളിയം കമ്പ്യൂട്ടേഷൻ, തിയോഡലൈറ്റ്, ട്രയാങ്കുലേഷൻ, പിന്നെ എന്താണ് ടോട്ടൽ സ്റ്റേഷൻ സർവേ, ഗ്ലോബൽ പൊസിഷൻ, GPS, റിമോട്ട് സെൻസിങ് ഒക്കെയാണ് നമുക്ക് സർവേയിങ്ങിന്റെ അകത്ത് വരുന്നത്, സർവേയിങ് ലെവലിംഗ് അകത്ത് വരുന്നത്. ഇനി അടുത്തത് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ. അതിന്റെ അകത്ത് വരുന്നത് എസ്റ്റിമേറ്റ്, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, അനാലിസിസ് ഓഫ് റേറ്റ്, ഡിഫറെന്റ് ഐറ്റംസിന്റെ റേറ്റ് അനാലിസിസ് ചെയ്യുക. പിന്നെന്താണ് RCC വർക്ക്. വാലുവേഷന്റെ അകത്ത് മെത്തേഡ് ഓഫ് വാലുവേഷൻ അതൊക്കെയാണ് എന്തിൽ വരിക, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷനിൽ വരിക. അടുത്തെന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. ബിൽഡിംഗ് മെറ്റീരിയൽ നമുക്ക് വരുന്നത് ടിമ്പർ, മോട്ടാർ, അയൺ, സ്റ്റീല് അതൊക്കെയാണ് വരുന്നത്. പിന്നെ കോൺക്രീറ്റിന്റെ അകത്ത് വരിക, കോൺക്രീറ്റ് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓൾമോസ്റ്റ് കോൺക്രീറ്റ് ടെക്നോളജി എന്നൊരു പോർഷനിൽ ഫുൾ കണ്ടൻസിൽ വരുന്നുണ്ട്. മിക്സ്ചേഴ്സ്, അഡ്മിക്സ്ചേഴ്സ്, മേക്കിംഗ് ഓഫ് കോൺക്രീറ്റ്, അതിന്റെ പ്രോപ്പർട്ടീസ്, മിക്സ് പ്രൊപ്പോർഷൻ ഒക്കെ ഒരു കോൺക്രീറ്റ് ടെക്നോളജി ഫുൾ ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ അകത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഫൗണ്ടേഷൻ, ഫ്ലോറിംഗ്, റൂഫ്, ഡോർസ്, വിൻഡോസ്, വെന്റിലേഷൻ, ഫിനിഷിംഗ് വർക്ക്സ്, അങ്ങനെ സ്റ്റേഴ്സ്, എലിവേറ്റേഴ്സ്, അങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ അകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന്റെ അകത്ത് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ക്വാളിറ്റി മാനേജ്മെന്റ് പ്രാക്ടീസസ് ഒക്കെയാണ് നമുക്ക് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആയിട്ട് നോക്കാനുള്ളത്. അടുത്തെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ അകത്ത് രണ്ട് ടോപ്പിക്സ് വരുന്നുണ്ട്. വാട്ടർ സോഴ്സും വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് വരുന്നുണ്ട്. വാട്ടറും അതിന്റെ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് വരുന്നുണ്ട്. ഇപ്പോൾ വാട്ടറിന്റെ വാട്ടർ സോഴ്സ്, പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്, പിന്നെ അതിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ്, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ മെത്തേഡ്സ്, ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്, അതൊക്കെയാണ് വാട്ടർ സോഴ്സസിന്റെ കാര്യത്തിൽ വരുന്നത്. ഇനി വേസ്റ്റ് വാട്ടർ അനാലിസിസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് സീവേഴ്സ്, സീവർ അപ്പാർച്ചേഴ്സ്, പിന്നെ ഓക്സിജൻ സാക്ക് കർവ്, ഡിസൈന്, സീവർ ഡിസൈൻ ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ എയർ പൊല്യൂഷന്റെ ചെറിയൊരു ടോപ്പിക്, സോഴ്സും എഫക്റ്റ് ഒക്കെയാണ് അതിൽ വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളത് RCC ഉണ്ട്, സ്റ്റീൽ സ്ട്രക്ചേഴ്സും ഉണ്ട്. ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സിന്റെ അകത്ത് RCCയും വരുന്നുണ്ട്, സ്റ്റീൽ സ്ട്രക്ചേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് കോഡൽ പ്രൊവിഷൻസ് ആണ്. ഇപ്പൊ കുറെ എക്സാമ്പിളായിട്ട് PSC കോഡൽ പ്രൊവിഷൻസ്, കോഡിലുള്ള പ്രൊവിഷൻസ് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കോഡൽ പ്രൊവിഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി അടുത്തത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ അകത്ത് വരുന്നത് എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് 3 phase സിസ്റ്റം, പിന്നെ തെർസാഗി ഇക്വേഷൻ, പിന്നെ സ്വീഡിഷ് സർക്കിൾ മെത്തേഡ്, ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ്, സ്ട്രെസ്, സോയിൽ സബ്സോയിൽ സ്ട്രെസ് കണ്ടെത്താനും അതിനുള്ള പല മെത്തേഡുകൾ, പിന്നെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ, അത് പല ടെസ്റ്റുകൾ, സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റ്, പ്ലേറ്റ് ലോ ടെസ്റ്റ്, പിന്നെ ഡിസൈൻ ഓഫ് ഷാലോ ഫൗണ്ടേഷൻസ് ഒക്കെയാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അകത്ത് വരുന്നത്. ഇനി അടുത്ത് ഉള്ളത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും അർബൻ പ്ലാനിങ്ങും. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിന്റെ അകത്ത് വരുന്നത് ഹൈവേ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, എയർപോർട്ട് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, റെയിൽവേ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, പിന്നെ എന്താണ് ഹാർബേഴ്സ് ഒക്കെയാണ്
പിന്നെ ടണൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിനകത്ത് ഹൈവേസ്, റെയിൽവേ, റൺവേ, ഹാർബേഴ്സ്, ടണൽ എഞ്ചിനീയറിംഗ് ഇത്രയും ഇതിനകത്ത് വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിനകത്ത്. ഇനി അർബൻ പ്ലാനിംഗ് ആണ്. അതിനകത്ത് തിയറീസ് ഓഫ് അർബനൈസേഷൻ, പിന്നെ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ടൗൺസ്, ടൗൺ പ്ലാനിംഗ് ആക്ട്, മറ്റ് റൂൾസ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. അപ്പോൾ ഇതാണ് പുതുതായിട്ട് വന്ന 2 നോട്ടിഫിക്കേഷൻസ്, അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗിന്റെയും ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസിന്റെയും പുതിയ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ സിലബസ് അത്യാവശ്യം വാസ്റ്റ് സിലബസ് ആണ്. പ്രോബ്ലം പഠിക്കുമ്പോൾ ആദ്യം ഇൻഡെപ്തിൽ കാര്യങ്ങൾ പഠിക്കുക, പ്രോബ്ലംസ് കൂടുതൽ ചെയ്യുമ്പോൾ ന്യൂമറിക്കൽസും കൂടുതൽ ചെയ്യുക. കാരണം ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സിന്റെ അകത്തും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് അതൊക്കെ കൂടുതൽ പ്രോബ്ലംസ് കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ കൂടുതൽ പ്രോബ്ലംസ് എക്സ്ട്രാ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.